أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وكل خير في اتباع من سلف، وكل شر في ابتداع من خلف. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഉള്ളാൾ പ്രദേശത്തിന്റെ വലിയ അഭിമാനവും ഭാഗ്യവുമായ സയ്യിദ് മുഹമ്മദ് ശരീഫ് അൽ മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന, ആദരിച്ചുകൊണ്ട് നടത്തുന്ന വിപുലമായ ദിനങ്ങളോളം തുടർന്ന് നടക്കുന്ന പരിപാടി അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വേദിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
വലിയ അനുഗ്രഹം നൽകി. ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു നമ്മെ സന്മാർഗികളാക്കി എന്നതാണ്. ലോകത്ത് സന്മാർഗം ദുർമാർഗം ഇങ്ങനെ വഴികൾ രണ്ടെണ്ണമുണ്ട്. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുണ്ട്. മറ്റിതര ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തനും ഉത്കൃഷ്ടനുമാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നാം ആദരിച്ചു നിശ്ചയം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ അതേ പരിശുദ്ധ ഖുർആൻ തന്നെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഏത് മനുഷ്യരും നിശ്ചയമായും നഷ്ടത്തിലാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു. മറ്റൊരു സ്ഥലത്ത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ധാരാളം ആയത്തുകൾ മനുഷ്യനെ പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. സൂറത്തുൽ ഇൻസാൻ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന തുടക്കം തന്നെ അത് വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ പ്രത്യേകതയാണ് അല്ലാഹു അവന് ചിന്താശക്തി നൽകി എന്നത്. അവൻ അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് അവൻ നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ച് ഗ്രഹിക്കേണ്ടതുണ്ട്. സന്മാർഗത്തിലേക്ക് നയിക്കുന്നവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ മുഴുവൻ. സന്മാർഗത്തിലേക്ക് നയിക്കാനാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഇന്ന ഹാദൽ ഖുർആന ലല്ലതി ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നല്ല ആശയത്തിലേക്ക്, ഏറ്റവും നേർക്കുനേരെയുള്ള സിദ്ധാന്തത്തിലേക്ക്, ആദർശത്തിലേക്ക് ഈ പരിശുദ്ധ ഖുർആൻ നയിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ഇന്നക ലതഹ്ദീ, ഓ നബിയേ തങ്ങൾ നിശ്ചയമായും സന്മാർഗത്തിലേക്ക് നയിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങി സന്മാർഗത്തെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട വിഷയം സന്മാർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. സന്മാർഗവും ദുർമാർഗവും കൃത്യമായി നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ അതിന് മാത്രം അറിവും വിവരവുമുള്ള, സന്മാർഗത്തിൽ മാത്രം ജീവിച്ച നേതാക്കളുണ്ടാകണം. അത്തരത്തിലുള്ള നേതാക്കളാണ് യാതൊരു തെറ്റുകളും സംഭവിക്കാതെ നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ച അംബിയ മുർസലീങ്ങൾ. അവരെല്ലാം നിയോഗിക്കപ്പെട്ടത്
സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാനാണ്. ആ അമ്പിയാക്കളിൽ ധാരാളം മഹാന്മാരുണ്ടായിരുന്നു. ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ട് ധാരാളം അനുയായികളും അവരുടെ നേതാക്കളും ഉണ്ടായി. ഖുർആൻ പറഞ്ഞില്ലേ, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബിക്ക് നമ്മൾ കിതാബ് നൽകി, തൗറാത്ത് നൽകി. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ കണ്ടുമുട്ടിയതിനെ സംബന്ധിച്ച് അവിടുന്ന് വിശദീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സന്മാർഗത്തിന്റെ വഴി സ്വീകരിച്ചവരാ. സന്മാർഗത്തിന്റെ വഴി സ്വീകരിച്ചവർ അമ്പിയാക്കളെയും ഔലിയാക്കളെയും സാധാരണ മറ്റു മനുഷ്യരെ പോലെ കാണുകയില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയെന്ന് ഖുർആൻ പറയുന്നു. അവിടുന്ന് പറഞ്ഞു, മറർതു ബി മൂസ ലൈലത ഉസ്രിയ ബി, എനിക്ക് ഇസ്രാ നൽകപ്പെട്ട രാത്രിയിൽ ഞാൻ മൂസാ നബിയുടെ സമീപത്തിൽ ചെന്നു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ, ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു. സാധാരണക്കാർക്ക് അങ്ങനെ സാധിച്ചു കൊള്ളണം എന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയായിരുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിൽ മൂസാ നബി എങ്ങനെയുണ്ട് എന്ന് ഖബറിന്റെ മേലെ നിന്ന് ഖബർ തുറക്കാതെ തന്നെ നോക്കിക്കാണാനുള്ള കഴിവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുകയായിരുന്നു. അല്ലാഹു പറഞ്ഞു, ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ നിങ്ങൾ സംശയിക്കണ്ട. കണ്ടവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് അവിടത്തേക്ക് സംശയമുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അതേസമയം അത് പറയുമ്പോൾ ചിലപ്പോൾ സന്മാർഗമില്ലാത്തവർക്ക് സംശയമുണ്ടാകാം. ആ സംശയം ദൂരീകരിക്കാനും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംശയിക്കണ്ട എന്ന് പറഞ്ഞത്. സന്മാർഗങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ സംശയം ഉണ്ടാവില്ല. ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞു വന്ന് ആ വലിയ സംഭവബഹുലമായ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അബൂജഹലിന് സംശയമുണ്ടായി, അങ്ങനെ സംഭവിക്കുമോ? അതേസമയം അതേ വിവരം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംശയവും ഉണ്ടായില്ല. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് സംഭവിച്ചിരിക്കും എന്ന് 100% വിശ്വസിച്ചു. സന്മാർഗികളും ദുർമാർഗികളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ദുർമാർഗികൾക്ക് ആര് പറഞ്ഞാലും സംശയമാണ്, എവിടെ കണ്ടാലും സംശയമാണ്, എല്ലാറ്റിലും സംശയമാണ്. അതേസമയത്ത് സന്മാർഗികൾക്ക് തെളിവ് കിട്ടുമ്പോൾ, വിശ്വസ്തരായ ആളിൽ നിന്ന് പറഞ്ഞു കിട്ടുമ്പോൾ, നബിതങ്ങൾ പറഞ്ഞാൽ അതിലും വലിയൊരു തെളിവ് വേറെ എന്താണ്? അസാദിഖുൽ മസ്ദൂഖ്, 40 കൊല്ലം സമൂഹത്തിൽ ജീവിച്ചിട്ട് ജീവിതത്തിൽ ഒരൊറ്റ കളവ് പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല മാ ഖാൽ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവാചകം അത് പറയുന്നതിന് മുമ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ വല്ലപ്പോഴും കളവ് പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലപ്പോഴും തോന്നിയിരുന്നോ എന്ന് ഹിറഖൽ രാജാവ് കഠിന ശത്രുവായി നിൽക്കുന്ന സമയത്ത്
അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് മഹാനവർക്ക് സന്മാർഗം ലഭിച്ചതാണ്. അന്ന് കഠിന ശത്രുവാണ്. അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ലാ, ഒരിക്കലും ഒരു കളവ് പറയുമെന്ന തോന്നൽ പോലും 40 കൊല്ലത്തെ ജീവിതത്തിൽ നബിതങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, മുഹമ്മദിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു സംശയവും സന്മാർഗികൾക്കുണ്ടാവുകയില്ല. ദുർമാർഗികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലും അല്ലാഹു തന്നെ പറഞ്ഞാലും അവരുടെ സംശയം നീങ്ങുകയും ഇല്ല. ഫീ ശക്കിൻ മിൻഹു മുരീബ്, ഖുർആൻ പറഞ്ഞില്ലേ, അവരെന്നും സംശയത്തിൽ തന്നെ ആയിരിക്കും. സന്മാർഗികളായ സന്മാർഗികളായ ജനങ്ങളെ ഈ ലോകത്ത് ഉണ്ടാക്കി തീർത്ത, വളർത്തിയെടുത്ത മഹാന്മാരായ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ പ്രഗൽഭനായ ഒരു നബിയാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുഹമ്മദ് നബി തങ്ങൾ കണ്ടുമുട്ടി എന്ന് ഖുർആൻ. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വിശ്വസിക്കാൻ ഒരു വിഷമവും ഇല്ല. കാരണം അമ്പിയാക്കൾ വഫാത്തായി പോയാലും അവരുടെ ഡെഡ് ബോഡി അടക്കം നശിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് ഖബറിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുവെന്ന് നബി തങ്ങൾ പറയുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഒരു സംശയവും ഇല്ല. ഖുർആൻ പറയുമ്പോൾ ഒരു സംശയവും ഇല്ല. അതേസമയത്ത് ദുർമാർഗിയായ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അവന്റെ പ്രബോധനത്തിൽ 987 ജനുവരിയിൽ എഴുതി വെച്ചു, അമ്പിയാക്കളുടെ ശരീരങ്ങൾ, മൃതശരീരങ്ങളെല്ലാം നശിച്ച് ജീർണിച്ച് നശിച്ചു പോയിരിക്കുന്നു. അവരുടെ ശരീരം ജീർണിക്കുകയില്ലെങ്കിൽ അതെന്തിനാണ് മറവ് ചെയ്യുന്നത്, പുറത്തു തന്നെ സൂക്ഷിച്ചാ പോരെ എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ ചോദിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് സന്മാർഗത്തിന്റെ വഴിയിലാണ്. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സംശയിക്കുന്ന പ്രശ്നമേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല. സന്മാർഗമുള്ളവർ അങ്ങനെയാണ്. ഖുർആൻ പറഞ്ഞാൽ പിന്നെ സംശയം ഇല്ല. അത് അല്ലാഹുവിന്റെ വചനമാണ്. സുഹൃത്തുക്കളെ, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ ആകാശത്തിലേക്ക് കയറിപ്പോയപ്പോൾ, മിഅ്റാജിന് പോയപ്പോൾ 6ാമത്തെ ആകാശത്തിൽ വീണ്ടും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കണ്ടുമുട്ടി എന്ന് മാത്രമല്ല, അതിനപ്പുറം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അതിനു മുമ്പ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഒക്കെ ആകാശ ലോകത്ത് വെച്ച് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് ഇമാമും ബുഖാരിയും മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കുന്നതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് യാതൊരു സംശയവും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഈ ഭൂമിയിലാണ് മറവ് ചെയ്തതെങ്കിലും അവർക്ക് ആകാശത്തെത്താനുള്ള കഴിവ് കൊടുക്കാൻ അല്ലാഹുവിന് സാധിക്കുമെന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ സന്മാർഗികൾ വിശ്വസിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെല്ലാം പോയി തിരിച്ചു വരുമ്പോൾ 6ാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തിരിച്ചു വരുമ്പോഴും കണ്ടുമുട്ടുന്നു. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രധാന വിഷയത്തിൽ ഇടപെടുന്നു. വിഷയം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല 50 നേരത്തെ നിസ്കാരം നബിയുടെ ഉമ്മത്തുകൾക്ക് ഫർളാക്കി കൊടുത്തിട്ടുണ്ട്. ആ 50 നേരം നിസ്കരിക്കുക എന്നത് ഈ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് മൂസാ നബി അലൈഹി സ്വലാം മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അതൊന്ന് ചുരുക്കി തരാൻ വേണ്ടി പറയണം. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ
ബഹുമാനമുള്ളതും സ്ഥാനമുള്ളതും അറിവുള്ളതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ അമ്പിയാക്കളും നബി തങ്ങൾക്ക് സ്വീകരണം കൊടുക്കാൻ ആകാശ ലോകത്ത് പോയി കാത്തുനിന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, അവിടുന്ന് ചുരുക്കി തരാൻ പറയണം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് തിരിച്ചുപോയി ചുരുക്കിത്തരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തിന്റെയും ഇടയിൽ നബിതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു.